ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ലൈബിലിറ്റി, അതിനുള്ള സാഹചര്യങ്ങളും അല്ലെങ്കിൽ മെഷീനറി ഒക്കെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ലൈബിലിറ്റി. അപ്പോൾ അതിലുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് പറയാമോ? അതായത് ഒരു കമ്പനി തുടങ്ങാൻ ഒരു ക്യാപിറ്റൽ കൊണ്ടുവരണം, ഇതിൻ്റെ കൂടെ കുറച്ച് ലൈബിലിറ്റിയും വരും. ഇത് രണ്ടും ഉപയോഗിച്ചാണ് നമ്മൾ അസറ്റ് വാങ്ങുന്നത്. ഉദാഹരണം, ഞാൻ 5 ലക്ഷം രൂപ എൻ്റെ ബിസിനസ്സിൽ കൊണ്ടുവന്നു, ഒരു 5 ലക്ഷം രൂപ കടം വാങ്ങിച്ചു, ഈ 10 ലക്ഷം ഉപയോഗിച്ച് ഞാൻ ഒരു മെഷീൻ വാങ്ങിച്ചു, അസറ്റ് ഉണ്ടായി. അങ്ങനെയാണല്ലോ, അതാണ് ബിസിനസ്. ഈ അസറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ റവന്യൂ ഉണ്ടാക്കുന്നത്, അല്ലേ? ആ മെഷീൻ ഉപയോഗിച്ച് ഞാൻ കുറച്ച് പണിയെടുത്ത് അതിൽ നിന്ന് കുറച്ച് കാശുണ്ടാക്കും. അങ്ങനെയല്ലേ റവന്യൂ ഉണ്ടാക്കുന്നത്? തീർച്ചയായും. ഈ അസറ്റ് ശരിക്കും പണിയെടുത്തില്ലെങ്കിൽ റവന്യൂ ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവില്ല. ഇനി അടുത്ത കാര്യം, ഈ അസറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലയബിലിറ്റി ഉണ്ടല്ലോ. അതുണ്ട്. അതായത് ഈ 10 ലക്ഷത്തിൽ കടം വാങ്ങിച്ചിട്ടുണ്ട്, എന്റെ പൈസ ഉണ്ട്, എന്റെ പൈസ ലയബിലിറ്റിയാ കമ്പനിയെ അപേക്ഷിച്ച്, കാരണം കമ്പനി തിരിച്ചു കൊടുക്കേണ്ടതാ, അല്ലേ? അപ്പോ ഈ അസറ്റ് മര്യാദയ്ക്ക് പണിയെടുത്തില്ലെങ്കിൽ ലയബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ബിസിനസ്സിൽ പെട്ടെന്നൊരു ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ ഈ അസറ്റ് മാറ്റേണ്ടി വരുമല്ലോ. ചിലപ്പോൾ മാറ്റണം, ടെക്നോളജി അഡ്വാൻസ് ആകും, നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. ചിലപ്പോൾ അതിന് പറ്റാവുന്ന ഒരു പൈസ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് പ്രശ്നമാകും. മാർക്കറ്റ് മാറുന്നതനുസരിച്ചുള്ള പ്രൊഡക്റ്റ് കൊണ്ടുവരണം. അതുകൊണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അസറ്റ് ലൈറ്റ് ബിസിനസ് മോഡലുകളാണ്. അതായത് എങ്ങനെയാണ് അസറ്റ് കുറയ്ക്കാൻ കഴിയുക. ഉദാഹരണം, ഫ്രാഞ്ചൈസി മോഡൽ എന്ന് പറയുന്ന ബിസിനസ് മോഡൽ ഒരു അസറ്റ് ലൈറ്റ് ബിസിനസ് മോഡലാണ്. കോൺസെപ്റ്റ് എൻ്റെയാണ്, പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വേറെ ആളുകളാണ്.